ഒരു വിദ്യാർത്ഥിയെ ഞാൻ പരിചയപ്പെട്ടു. അയാളുടെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇതാ ഇവൻ 29 ജുസു ഓതിയിട്ട് നിർത്തിപ്പോന്നു. അവൻ ആ ഒരു ജുസുവും കൂടി മനഃപ്പാടമാക്കിയിരുന്നെങ്കിൽ അവൻ ഹാഫിളായേനെ. ഞാൻ ആ മോനോട് പറഞ്ഞു, മോനെ, ഇക്കാക്ക ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, 29 ജുസു കഴിഞ്ഞിട്ട് നീ ഒരു ജുസുവും കൂടി പഠിക്കാണ്ട് പോന്നെന്ന്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, 29 ജുസ് മറന്ന കുറ്റമല്ലേ ഇപ്പോൾ എനിക്ക് കിട്ടൂ, ഒന്നുകൂടി പഠിച്ചിരുന്നെങ്കിൽ മുഴുവൻ മറന്ന കുറ്റം എനിക്ക് കിട്ടുമായിരുന്നില്ലേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര വലിയ വിപത്താണത്. അപ്പോൾ അയാൾ വേറെ ഒരു മേഖലയിലേക്ക് പോയപ്പോൾ എല്ലാം മറന്നുപോയി. അങ്ങനെ നമ്മുടെ കുട്ടികൾ ഈ ഖുർആൻ പരിപാലിക്കേണ്ടതല്ലാത്ത മേഖലയിൽ പോയാൽ ഈ പഠിപ്പിച്ചപ്പോൾ കിട്ടിയ മൂല്യങ്ങളെല്ലാം മാറി അത് വലിയ കുറ്റമായി വരും. അത് ഓരോ രക്ഷിതാവും ഓരോ വിദ്യാർത്ഥിയും ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യമാണ്. എൻ്റെ മകൻ ഹാഫിളായി എന്ന് പറയാനല്ല നമ്മളെ ഹാഫിളാക്കിയത്, ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമായി അവരെ ലഭിക്കാനാണ്. ആ വിചാരം ഓരോ രക്ഷിതാവിനും വേണം. ഖുർആൻ നിലനിൽക്കണമെങ്കിൽ നിരന്തരമായ മുറാജഅ വേണം, നിരന്തരമായ പാരായണം, ഒരു ദിവസവും മുടങ്ങാതെയുള്ള പാരായണം വേണം. ഇവര് ഖുർആൻ പ്രത്യക്ഷത്തിൽ ഒന്ന് പാരായണം പഠിച്ചിട്ടേ ഉള്ളൂ. ആ പാരായണത്തിൽ തന്നെ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. ഈജിപ്തിലെ അൽ അസ്ഹറിന് കീഴിൽ ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ പഠന കേന്ദ്രമുണ്ട്. അവിടെ നമ്മുടെ മക്കൾ ഇപ്പൊ ഹിഫ്ള് കഴിഞ്ഞു പോയാൽ അവരുടെ വീക്ഷണത്തിൽ ലക്ഷണമൊത്ത ഒരു ഹാഫിളാകണമെങ്കിൽ ഇനിയും അവിടെ 5ഓ 10ഓ കൊല്ലം പഠിക്കണം. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്താ ഈ പഠിക്കാനുള്ളത്? എന്താണ് ഈ 5ഓ 10ഓ കൊല്ലം പഠിക്കാനുള്ളത്? അവര് തജ്വീദിന്റെ എല്ലാ നിയമങ്ങളെയും ഏറ്റവും മികച്ച രൂപത്തിൽ പഠിപ്പിക്കും. പിന്നീട് പാരായണത്തിന്റെ വ്യത്യസ്ത വിജ്ഞാനങ്ങൾ നൽകും. പിന്നെ അതിന്റെ ആശയപഠനങ്ങൾ നൽകും. അങ്ങനെ നിങ്ങളുടെ മകൻ നല്ല ഖാരിഉം ഹാഫിളും മുജവ്വിദും ആയാൽ അത് മാത്രം മതി നമുക്ക്. വേറെ ഒരു കോഴ്സും ഒരു ഡിഗ്രിയും ഇല്ലെങ്കിലും ഈ ലോകത്തേക്കും പരലോകത്തേക്കും അത് മാത്രം മതി. ഈ ലോകത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ മുസ്ലിയാരെ എന്ന് ചോദിക്കും. ജീവിക്കാനും അവർക്ക് പ്രശ്നമില്ല. വിദേശ രാജ്യങ്ങളിൽ അത്തരം ലക്ഷണമൊത്ത ഖാരികളെയും ഹാഫിളുകളെയും പോസ്റ്റ് ചെയ്യുന്നത് ചെറിയ ശമ്പളത്തിനല്ല. കേരളത്തിൽ നിന്ന് 100 കണക്കിന് ഹാഫിളുകൾ UAE-യിൽ 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ ശമ്പളം വാങ്ങി അവർ ഇമാമുമാരായി ഖതീബുമാരായി സേവനം ചെയ്യുന്നുണ്ട്. അവർക്കാകെയുള്ള പണി 5 നേരത്തെ നിസ്കാരമേ ഉള്ളൂ. പിന്നെ വെള്ളിയാഴ്ച ഖുതുബ ഉള്ളവരുണ്ടെങ്കിൽ അതും. അവ ലോകത്തും മാന്യമായി ജീവിക്കാം, പരലോകത്തേക്ക് വലിയ അസറ്റ് കിട്ടും. ആ ഹാഫിളുകൾ എവിടെന്ന് ചോദിച്ചാലും കിട്ടുന്ന ഹാഫിളുകളായിരിക്കും, എങ്ങനെ ചോദിച്ചാലും കിട്ടുന്ന ഹാഫിളുകളായിരിക്കും. ആ നിലക്ക് നമ്മുടെ മക്കളെ ഈ മേഖലയിൽ മാത്രം നിർത്തിയാലും 2 ലോകത്തേക്കും പറ്റുന്ന വലിയ സമ്പാദ്യമാണ്. കഴിഞ്ഞു, SSLC-ക്ക് നല്ല മാർക്ക് വാങ്ങി. പിന്നീട് അവരെ മതവിദ്യാഭ്യാസവും കൂടി പഠിപ്പിക്കുന്ന ഒരു ഫീൽഡിൽ നിർത്തണമെന്ന് പറഞ്ഞാൽ ചില രക്ഷിതാക്കൾക്ക് എൻ്റെ മോന് ഫുൾ A+ കിട്ടിയല്ലോ, ഇനി മെല്ലെ അങ്ങ് സ്കൂട്ടാവാന്ന് വിചാരിക്കും. എന്നിട്ട് കൊണ്ടുപോയി ഏതെങ്കിലും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരെ ജനറൽ കോഴ്സിന് ചേർക്കും. അവിടെ അവർക്ക് ഖുർആൻ ഓതണമെന്ന് പറയാൻ ആളുണ്ടാവില്ല, പാഠം കേൾക്കാൻ ആളുണ്ടാവില്ല. അവര് ക്രമേണ മറ്റു കുട്ടികളെ പോലെ ഖുർആനുമായി ബന്ധം വിട്ടുകൊണ്ട് ജീവിക്കും. കുറച്ചു കഴിയുമ്പോൾ എത്ര ഓർമ്മയുണ്ടെന്ന് ചോദിച്ചാൽ കെട്ടഴിച്ചു വിട്ട ഒട്ടകം പോയതുപോലെ എല്ലാം പോയിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും നിങ്ങളുടെ മക്കൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു ഫളലാണ്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ
വലിയ അനുഗ്രഹമാണ് മകൻ ഖുർആൻ മനഃപ്പാഠമാക്കി കിട്ടി എന്നത്. ഇനി അങ്ങോട്ട് ഇതിനെ പരിപാലിക്കുക. കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നാലേ ഇത് പരിപാലിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇവരെ പരിപാലിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി വേറെ ഒരു പ്രൊഫഷനും കിട്ടിയില്ലെങ്കിലും ഇതുതന്നെ മതി എനിക്ക് എന്ന്, ഏറ്റവും വലിയത് കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ആളുകൾക്കൊരു ഫാഷന്റെ ഭാഗമായി മക്കളെ ഹാഫിളുകളാക്കുന്നവരുണ്ട്. എൻ്റെ മകൻ ഹാഫിളാണെന്ന് പറയാൻ, എൻ്റെ മകൻ ഹിഫ്ളായി എന്ന് പറയാൻ. അങ്ങനെ ഒരു ജാടയ്ക്ക് വേണ്ടിയല്ല നമ്മൾ മക്കളെ ഹാഫിളുകളോ ഖാരികളോ ആക്കേണ്ടത്. അവരെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അഹ്ലുല്ലാഹി വഖാസ്സതുഹു, അള്ളാഹുവിനെ അറിഞ്ഞ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ ആശയതലങ്ങളിലൂടെ ആലോചിച്ച് രാപ്പകലുകൾ ഖുർആനിനു വേണ്ടി വിനിയോഗിക്കുമ്പോൾ അവരാണ് അഹ്ലുല്ലാഹ്, അള്ളാഹുവിൻ്റെ അഹ്ലുകാരായി മാറുന്നത്, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായി. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു ഹുവ തആല ഫീ ഉലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഓർത്തുവെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കനി അള്ളാഹുവിൻ്റെ കലാമാണ്. ബാക്കിയുള്ളതെല്ലാം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്, രചിച്ചുണ്ടാക്കിയ രചനകളാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ പവിത്ര വചനങ്ങളാണ്. അത്രമേൽ പവിത്രമായി മനഃപ്പാഠമാക്കാൻ പറ്റുന്ന വേറെ ഒന്നും ഇല്ലേ ഇല്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെല്ലാവരും ഉഖറവിയായ ഹാഫിളുകളാവണം. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ ഉഖറവിയായ ഹാഫിളുകളാക്കണം അല്ലാ. നാളെ അള്ളാഹുവിൻ്റെ അഹ്ലായി ഖാസ്സത്തായി പരലോകത്ത് ആനയിക്കപ്പെടുന്ന പവിത്ര പദവിയുള്ളവരിൽ അവരെ ഓരോരുത്തരെയും നീ ചേർത്തു തരണം അല്ലാ. ജീവിതകാലം മുഴുവനും ഓർത്തുവെച്ച് പരിപാലിക്കാനും മരണാനന്തരം പറുദീസയിലേക്ക് ചെന്നു ചേരാനും പറ്റുന്ന ഖുർആനിൻ്റെ അഹ്ലുകാരായി ഞങ്ങളുടെ മുഴുവൻ മക്കളെയും ഇവിടെ പഠിക്കുന്ന മുഴുവൻ മുതഅല്ലിമുകളെയും നീ ഖബൂൽ ചെയ്തു തരണം അല്ലാ. നമുക്ക് നല്ല പ്രാർത്ഥന വേണം, നല്ല ആലോചന വേണം, അനുസൃതമായ വിചാരങ്ങൾ വേണം. പരിശുദ്ധമായ ഖുർആൻ വേണ്ട പോലെ പഠിച്ചാൽ ഈ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയ വ്യവഹാരങ്ങളിലൂടെ പല വഴിക്കും പല ഗതിക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗതികേടുകൾ ഉണ്ടാവുകയില്ല. കാരണം ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു വിചാരം എന്താണെന്നറിയുമോ? ഈ ലോകം അനാഥമല്ല എന്നതാണ്. ഇവിടെയുള്ള ലിബറലിസ്റ്റുകൾ, നവീനവാദികൾ, അവരുടെ അഭിപ്രായത്തിൽ ഈ ലോകം അനാഥമാണ്, ഇതിനാരുമില്ല. അതേ സമയത്ത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. അവൻ്റെ കയ്യിലാണ് അധികാരം മുഴുവനും. ലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ മുഴുവനും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഈ വാനഭൂവനങ്ങളെ പടച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവുണ്ട്, രക്ഷിതാവുണ്ട്. നമ്മൾ ആദ്യമായി തന്നെ പാരായണം ചെയ്യുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
സർവസ്തുതികളും സർവലോകത്തെയും പരിപാലിക്കുന്ന അള്ളാഹുവിനാണ്. ആരാണ് ആകാശത്തെ, ഭൂമിയെ, അണ്ടകടാകത്തെ പരിസരങ്ങളെ, കാലാവസ്ഥകളെ, ആരാണ് വാനലോകത്ത് നിന്ന് മഴ പെയ്യിക്കുന്നവൻ, ആരാണ് ഇന്നത്തെ ഈ കാലാവസ്ഥ ഇങ്ങനെ ആകണമെന്ന് തീരുമാനിച്ചവൻ, ആരാണ് നമ്മുടെ രാജ്യത്തെ ഇന്ന വിളകൾ, ഇന്ന വിഭവങ്ങൾ, ഇന്ന സംസ്ഥാനത്ത് ഇന്ന വിളകൾ, ഇന്ന വിഭവങ്ങൾ, ഇത് തീരുമാനിച്ചവൻ ആരാണ്? ഒരു പാർലമെന്റുമല്ല, ഒരു ഐക്യരാഷ്ട്രസഭയുമല്ല, ഒരു ഭരണാധികാരികളുടെ ഭരണകേന്ദ്രങ്ങളുമല്ല. ആരാണ് തീരുമാനിച്ചവൻ? അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പൊ ഇതിനൊരു ഓണറുണ്ട്, ഈ ലോകത്തിനൊരു ഉടമസ്ഥനുണ്ട് എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഈ ലോകം സനാഥമാണ്, അനാഥമല്ല. ഇതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പ്രമേയം. രണ്ടാമതായി ഖുർആൻ പഠിപ്പിക്കുന്നു, അല്ലയോ മോനെ, നീ അള്ളാഹുവിൻ്റെ ദാസനാണ്. ലിബറലിസ്റ്റുകൾ പറയുന്നത് എന്താ? നമ്മൾ ആരുടെയും അടിമകളല്ല, നമ്മൾ സ്വതന്ത്രരാണെന്ന്. കേൾക്കുമ്പോൾ ആ വർത്തമാനത്തിന് വലിയ സൗന്ദര്യമുണ്ട്. പക്ഷേ അവരാരാണ്? അവർ അവരുടെ വികാരങ്ങളുടെ അടിമകളാണ്. അവരുടെ വികാരങ്ങളുടെ അടിമകളാണ്. ലോകത്തെ ഏറ്റവും നിസ്സാരമായ അടിമത്വത്തെ വകവെച്ചു കൊടുക്കുന്നവരാണ് ലിബറലിസ്റ്റുകൾ. ലോകത്തെ ഏറ്റവും നിസ്സാരമായ അടിമത്വം അവന്റെ വികാരങ്ങൾക്ക് അടിമപ്പെടുക എന്നതാണ്. ഇവിടെയുള്ള ലിബറലിസ്റ്റുകൾ ഇപ്പൊ യുക്തിവാദികളൊന്നുമല്ല. ആശയപരമായി ഈശ്വരനുണ്ടോ ഇല്ലേ എന്ന് പഠിച്ച് ഗവേഷണം നടത്തിയ നിരീശ്വരവാദികളല്ല. അവരാരാണ്? അവര് കേവലം വികാരജീവികളാണ്. അവരുടെ ദേഹീയ വികാരങ്ങൾ മുഴുവനും ആരും തടസ്സം നിൽക്കാതെ നടത്തണം എന്ന് ചിന്തിക്കുന്ന വികാരജീവികളുടെ പേരാണ് വർത്തമാനകാല ലിബറലിസ്റ്റുകൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. ഖുർആൻ നമ്മളോട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്. അള്ളാഹുവിൻ്റെ ദാസന്മാരാണ് നിങ്ങൾ. وَمِمَّا زَادَنِي شَرَفًا وَتِيهًا. എനിക്കുള്ള ഏറ്റവും വലിയ മഹത്വം എന്താണ്? ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണ്? യാ ഇബാദീന്ന് പടച്ച റബ്ബ്, പ്രപഞ്ചാധിപൻ വിളിക്കുമ്പോൾ ഞാൻ അതിൽ ഉൾക്കൊള്ളുമല്ലോ എന്നതാണ്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബഹുമാനം. ഞാൻ നിസ്സാരമായ എൻ്റെ വികാരത്തിൻ്റെ അടിമയല്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിപാലകന്റെ അടിമയാണ്. അബ്ദുൽ ഹവായം താസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹവത്തിൻ ഔ ഇൻദ സ്വദ്മി ബലിയതി. അള്ളാഹുവിൻ്റെ ദാസനാണോ, ദേഹീയ വികാരങ്ങളുടെ അടിമയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് എപ്പോഴാണ്? ലദാ ശഹവത്തിൻ, വികാരത്തിൻ്റെ സമയത്താണ്. വൈകാരിക തള്ളിച്ചയുണ്ടാകുമ്പോൾ, എനിക്കവളെ പ്രാപിക്കണം എന്ന് വിചാരിക്കുമ്പോൾ, അരുതെന്നാണല്ലോ എൻ്റെ പടച്ചവൻ പറഞ്ഞത്. എനിക്കവനെ പ്രണയിച്ചു കൊണ്ട് നടക്കണമെന്ന് തോന്നുമ്പോൾ, മർഹബ, അൽഹംദുലില്ലാഹ്. നമ്മുടെ പരിസരത്തെ മഹല്ല് ജമാഅത്തുകളിലെ ഉസ്താദുമാര് നമ്മുടെ വളരെ വിനീതമായ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹീതമായി ഈ വേദിയിൽ നമ്മളോടൊപ്പമുണ്ട്. അവർക്കും നമുക്കുമൊക്കെ ഇഖ്ലാസോടുകൂടി ഇൽമിനും ദീനിനും ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർക്ക് ചിലപ്പോൾ ഈ പരിപാടിയുടെ അവസാനം വരെ ഇരിക്കാൻ സൗകര്യപ്പെട്ടോളണമെന്നില്ല. അതുകൊണ്ട് അല്പസമയം കൂടി പറഞ്ഞ് അവർക്കുള്ളൊരു
അവസരം നൽകി പിന്നീട് നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ നമ്മൾ അല്ലാഹുവിൻ്റെ ദാസനാണോ വികാരങ്ങളുടെ അടിമയാണോ എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ്? ലദാ ശഹവത്തിൻ ഔ ഇൻദ സ്വദ്മി ബലിയതി. നമ്മുടെ മക്കൾ ഖുർആനിനെ ഏറ്റെടുക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു വെളിച്ചമുണ്ട്, അവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു തിരിച്ചറിവുണ്ട്, അവരുടെ ജീവിതത്തെ നിർണയിക്കുന്ന ഹിദായത്തിൻ്റെ ഒരു മഹനീയമായ ധാരയുണ്ട്. അതാണ് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത്. അപ്പോൾ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, ഈ പ്രപഞ്ചം സനാഥമാണ്, അനാഥമല്ല. രണ്ടാമതായി നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം, ഞാൻ പ്രപഞ്ചാധിപന്റെ അടിമയാണ്. ഖുൽ യാ ഇബാദീ, അല്ലയോ എൻ്റെ ദാസന്മാരെ എന്ന് ഉലകത്തിൻ്റെ ഉടയവൻ വിളിക്കുമ്പോൾ ആ വിളിയിൽ ഞാനുണ്ടല്ലോ എന്നതാണ്. സുറയ്യ നക്ഷത്രത്തിലേക്ക് കാലിൻ്റെ പെരുവിരൽ കൊണ്ട് തൊടാൻ മാത്രമുള്ള അഭിമാനകരമായ നേട്ടമെന്ന് ഖാദി ഇയാദ് തങ്ങൾ പറയുകയാണ്. ഏറ്റവും വലിയ അനുഗ്രഹമാണ്, ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ്, എനിക്കൊരു പടച്ചവനുണ്ട്. വാപ്പയില്ല, ഉമ്മയില്ല, ബന്ധുക്കളില്ല, ആരുമില്ല. അങ്ങനത്തെ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വിടുമ്പോൾ അങ്ങാടിയിൽ ഇങ്ങനെ അലഞ്ഞടക്കും. കാരണം എന്താ? അവനെ കാത്തിരിക്കാൻ ആരുമില്ല, അവന് ശിക്ഷണം നൽകാൻ ആരുമില്ല. അതേ സമയത്ത് വാപ്പയും ഉമ്മയും കാത്തിരിക്കുന്ന വീട്ടിലെ ഒരു കുട്ടി സ്കൂൾ വിട്ടാൽ ഓടി വരും. സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഉമ്മയുണ്ട്, വിളമ്പി വെച്ച ഭക്ഷണമുണ്ട്, വാത്സല്യം തരുന്ന സഹോദരങ്ങളുണ്ട്, പരിരക്ഷ തരുന്ന പിതാവുണ്ട്. അങ്ങനെ സനാതനായ ഒരു കുട്ടി സ്കൂൾ വിട്ടാൽ അങ്ങാടിയിൽ ഇങ്ങനെ അലഞ്ഞടക്കൂല, അവന് വീട്ടിലെത്താനുള്ള വ്യഗ്രതയായിരിക്കും. അതേസമയത്ത് ആരും നോക്കാനുമില്ല, കേൾക്കാനുമില്ല, പറയാനുമില്ല എന്നുള്ളനോ അങ്ങാടിയിലൊക്കെ ഇങ്ങനെ നടന്നലഞ്ഞലഞ്ഞിങ്ങനെ പോരും. ലിബറലിസ്റ്റുകളുടെ ലോകം അങ്ങനെയാണ്. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല, ഒന്നുമില്ല. അങ്ങനെ അപകടകരമായ സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ ഈ ലോകത്തെ സോഷ്യൽ മീഡിയയിലൂടെ പല സന്ദേശങ്ങളും അപകടകരമായി പുതിയ തലമുറയുടെ മുമ്പിലേക്ക് തരുമ്പോൾ ഖുർആൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ പ്രപഞ്ചാധിപന്റെ അടിമകളാണ്, നിങ്ങൾ എൻ്റെ പ്രതിനിധികളാണ്. നമ്മൾ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ്. ഖലീഫത്തുല്ലാഹി അലൽ അർദ്, അള്ളാഹുവിൻ്റെ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് നമ്മൾ. ആ വലിയ പദവിയാണ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. ആ മഹത്വം അറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുക.